ശേഷം എന്നും വെള്ളക്കെട്ടിൽ കഴിയുന്ന പ്രദേശങ്ങൾ ഇന്നും കുട്ടനാട്ടിലുണ്ട്. അതിന്റെ കാരണം എന്താ? വേമ്പനാട് കായൽ മുഴുവൻ എക്കൽ വീണ് അടിഞ്ഞിരിക്കുകയാണ്. ഓരോ പ്രാവശ്യവും തെരഞ്ഞെടുപ്പിൽ അവർ നമുക്ക് വാഗ്ദാനം തരും, എക്കലെല്ലാം വാരും, ആഴം കൂട്ടും. എന്നിട്ട് എന്തുകൊണ്ട് നടപടികൾ ഉണ്ടാവുന്നില്ല? 1930കളില് തണ്ണീർമുക്കം പ്രദേശത്ത് വേമ്പനാട് കായലിന് 70 മീറ്ററോളം ആഴം ഉണ്ടായിരുന്നുവെന്ന് ഞാൻ വായിച്ചു. ഇപ്പോഴവിടെ 4.5 മീറ്ററാണ് അത്രയും ആഴം. പിന്നെ എങ്ങനെ വെള്ളം കയറാതിരിക്കും, വെള്ളക്കെട്ട് മാറാതിരിക്കും? കുട്ടനാട് പോലുള്ള മനോഹരമായ ഒരു പ്രദേശം ജീവിക്കാൻ യോഗ്യമല്ലാതാക്കിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മുടെ ഉത്തരവാദിത്വപ്പെട്ടവർക്ക് മാറി നിൽക്കാനാവുമോ? ഒരിക്കലുമില്ല. പക്ഷെ അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. നമ്മുടെ ജനത്തെ ആ രീതിയിൽ സഹായിക്കാനായിട്ട് അവർക്ക് സാധിക്കണം. അഭിമന്യ വെലന്തോട്ടം പിതാവിന്റെ നേതൃത്വത്തിൽ പാലാ, കാഞ്ഞിരപ്പള്ളി, ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാര്, ആദരണീയനായ